കേക്ക് സ്റ്റോറിയുടെ ആദ്യം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സംഭവങ്ങളും എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് സുനില്. കാരണം കേക്ക് എന്നത് ജാതിയോ മതമോ അല്ലെങ്കിൽ അതിന് ഫ്രണ്ട്സോ എനിമീസോ ആരുമില്ല. എല്ലാവരും ഒറ്റ രുചി മാത്രമേ ഉള്ളൂ ആ കേക്കിന്. അതേപോലെ നാം എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഇന്നത്തെ സമൂഹത്തിലെ വിഷം തുപ്പുന്ന സിനിമകൾക്കെതിരെ നല്ല കുടുംബ പശ്ചാത്തലത്തിൽ ഒരു കുടുംബം, ഭാര്യ, ഭർത്താവ്, മകൾ 3 പേരും ഒരു സിനിമയ്ക്ക് വേണ്ടി സ്വന്തം ജീവനും സ്വന്തം സമ്പത്തും ത്യാഗം ചെയ്ത് ഇതേപോലെ കേക്ക് സ്റ്റോറി പോലെയുള്ള നല്ല നല്ല സിനിമകൾ വീണ്ടും മലയാളത്തിൽ ഉണ്ടായി. 90, 80, 90 കാലങ്ങളിൽ ജെറി അമൽദേവിനെ പോലെ ഒരു ഹിറ്റ് മ്യൂസിക് ഡയറക്ടർ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ വീണ്ടും തെളിവാണ് 2025 ഈ കേക്ക് സ്റ്റോറി. അതേപോലെ മിലിറ്ററിക്ക് വേണ്ടി സിനിമകൾ മാത്രം എടുത്ത് യുവാക്കളെ മിലിറ്ററിയിലേക്ക് ആകർഷിച്ച മലയാള സിനിമയിലെ ഒരു സംവിധായകൻ ഉണ്ടായിരുന്നു, മേജർ രവി. അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ വേഷം കെട്ടിയവർ ഗവൺമെന്റിന്റെ പല ആനുകൂല്യങ്ങളും സ്വീകരിച്ച് ഇന്ന് അതേ ഗവൺമെന്റിനെതിരെ വിഷം തുപ്പുമ്പോൾ നമ്മൾ ഒരിക്കലും കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. RBI നീതി കിട്ടുന്നവരെ പോരാടുക തന്നെ ചെയ്യും. ഇന്ന് മലയാള സിനിമയിൽ സുനിലെ പോലെ തന്റെ ഇടത്തോടെ നല്ല കുടുംബ പശ്ചാത്തലമുള്ള സിനിമകൾ ധനയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത് പണത്തിന്റെ യാതൊരുവിധ ഉദ്ദേശവുമില്ലാതെ നല്ല കലാസൃഷ്ടികൾ ഈ കേരളത്തിൽ ഈ മലയാള സിനിമയിൽ ഉണ്ടാവണമെന്ന് ആശിച്ചുകൊണ്ട് ഒരു സിനിമ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു സുനിലിനോട്, ഈ സിനിമയ്ക്ക് നിങ്ങൾ ഒരു ഫംഗ്ഷൻ വെച്ചാൽ ആ ഓഡിയോ റിലീസിന് നമ്മുടെ ഇന്ത്യയിലെ ഇന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഓരോ മുക്കിലും മൂലയിലും ദിവസത്തിൽ 3 പരിപാടികളിൽ അറ്റൻഡ് ചെയ്യുന്ന ഇന്ത്യയിലെ സംഘർഷ നായകൻ, അയൺ മാൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് രാമദാസ് അത്താവലെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമാണ് ഇന്നിവിടെ കൊച്ചിയിലെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. അതേപോലെ ഇതേപോലെയുള്ള ചെറു സിനിമകൾക്ക് തീർച്ചയായും ഒരു നല്ല കാലം മലയാള സിനിമയിൽ ഉണ്ടായി. മലയാള സിനിമയുടെ നല്ല കാലം ആരംഭിക്കട്ടെ. അതോടെ മലയാള സിനിമയിൽ വേദയെ പോലെയുള്ള പുതുമുഖങ്ങൾ നിറഞ്ഞാടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭീം, ജയ് ഭാരത്, ജയ് അത്താവലെ.